ഹലോ, ഇന്ന് പൊന്നോണം, മലയാളികളുടെ സ്വന്തം തിരുവോണം. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓണത്തിൻ്റെ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി തോന്നാറുണ്ട്. ഓണത്തിന് പൂക്കളമിടും, പുതിയ ഡ്രസ്സിടും. അതുപോലെ തന്നെ പൂക്കളത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് പറയാൻ ഓർമ്മ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ചെറിയ ഒരു കൊട്ടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പൂവുകളിങ്ങനെ പറിച്ചിരുന്നു. പൂവിന് ചിക്കിപ്പൂ ഉണ്ടാവും, മന്ദാരപ്പൂ ഉണ്ടാവും, ജമന്തിപ്പൂ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പൂക്കൾ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പറമ്പിൽ നിന്നും അതുപോലെ തന്നെ വയലിൽ നിന്നൊക്കെ പറിച്ചു കൊണ്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യൂ, പൂക്കളം ഇടുന്ന ഒരു കാഴ്ച. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് പൂക്കളം ഇടുമ്പോൾ നമ്മൾ പൂ പറിക്കാൻ പോകുന്നില്ല, പൂ മേടിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള പൂക്കളൊക്കെ വിൽക്കുന്ന കുറേ ചേച്ചിമാരുണ്ട്. ഓക്കെ, നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് കണ്ടുവരാം. ഇവിടെ തന്നെ. ആ, ഓക്കെ. അപ്പോൾ ഓണം ആഘോഷിക്കാറുണ്ടോ? ഓണം ആഘോഷിക്കാറുണ്ടല്ലേ? റിയ, റോദിൻ, ഇമ്മാനുവൽ, എവിൻ, ദിയ. ഇവരൊക്കെ ഓണത്തിൻ്റെ പൂവൊക്കെ മയക്കി വന്നതാണ്. ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ വേളയിലാണ് അല്ലേ? അപ്പോൾ വിഷു ഹാപ്പി ഓണം. പണ്ട് മറ്റേ എന്താ വീടുകളിൽ എല്ലാവരും പോയി പറിച്ച് കൊണ്ടുവരുന്നു. അതിൻ്റെ ഒരു ഒത്തൊരുമയായിരുന്നു. ഇപ്പം പൂ പലയിടത്തും നട്ടാ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ മറ്റേ വെളിയിൽ അറേഞ്ച് ചെയ്തുള്ള പരിപാടികളാണ്. കേറ്ററിംഗ് പരിപാടി, അല്ലാതെ നമ്മൾ മറ്റേ റിസോർട്ട് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ലോൺ ബുക്ക് ചെയ്യുക. പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ ഇപ്പം എല്ലാം ഒരു പഴയ തനിമയുടെ ആയിരുന്നു. ഇന്നിപ്പോൾ എല്ലാത്തിനും ആർട്ടിഫിഷ്യൽ പൂവായി, എല്ലാ കാര്യങ്ങളും മാറി. ഇപ്പോൾ നമുക്ക് ഈ പൂവിന് വരെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പൂ കിട്ടും. ചുമ്മാ വിരിച്ചിട്ടാൽ മാത്രം മതി. പിന്നെ കൂടെ രണ്ടിരുന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഏതാ ഓണം കഴിഞ്ഞു. അപ്പം നമ്മൾ പൂവൊക്കെ മറ്റേ പറിച്ചെല്ലാം ഇട്ട് വരുമ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു വൈബൊക്കെ കിട്ടും. എൻ്റെ ഓർമ്മ വെച്ചിട്ട് എൻ്റെ ഒരു നല്ലൊരു പ്രായം തൊട്ട് ഞാൻ കാണുന്നത് അവിടെ ക്ലബ്ബ് എല്ലാ വർഷവും മറ്റേ വടംവലി, കസേരകളി, എല്ലാ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതും മുതിർന്നവർക്കും എല്ലാവർക്കും സുഖമായിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അന്നത്തെ കാലത്ത് തൊട്ട് ഞാൻ എൻ്റെ ഒരു 18 വയസ്സിനുള്ളിൽ താഴെയുള്ള സമയത്ത് തൊട്ട് അത് അങ്ങനെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട്. കുറച്ചുകൂടെ നഗരപ്രദേശത്ത് എത്തുമ്പോഴേ മാത്രമേ ഉള്ളൂ ഈ റെഡിമെയ്ഡ് സാധനങ്ങൾ മേടിക്കാൻ. ഞങ്ങളുടെ ഓണത്തല്ല് മറ്റേ പരിപാടി, പിണ്ടി കയറി ആ പരിപാടി എല്ലാം ഉണ്ട്. വിഷ് യു ഹാപ്പി ഓണം. ഓണത്തെ കാണുന്നത് ഒരു ഹാപ്പി ആയിട്ട് കാണുന്നത്. കച്ചവടം കുറച്ച് കുറവാ, മഴ കാരണം. മഴ കാരണം അല്ലേ? കാലാവസ്ഥ പ്രശ്നമുണ്ടല്ലേ? മഴയുണ്ട്. സരിയ. മോളെ പേര് അശ്വതി, ആമിന, റൂപിക. അതെ, നമ്മൾ ഓണം, പൊന്നോണം മലയാളികളുടെ സ്വന്തം ആഘോഷം അല്ലേ? ഈ ഓണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലാണല്ലോ അല്ലേ? അപ്പം ഈ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജാതി മത എല്ലാം മറന്നിട്ട് ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഓണം, റൈറ്റ്? അപ്പം നിങ്ങൾ ചെറുപ്പത്തിലുള്ള ഓണം എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്? നിങ്ങൾ ചെറുപ്പത്തിൽ ഓണം സ്കൂളിൽ ആഘോഷിക്കുന്നു. അത്തപ്പൂ സ്കൂളിലിടുന്നു. വീടുകളിൽ അത്തപ്പൂ ഇടാറില്ല. പിന്നെന്താ ഓർമ്മയിലുള്ള, ചെറുപ്പത്തിൽ ഓർമ്മയിലുള്ള എന്താണ് നിങ്ങളൊക്കെ ഒന്ന് പറയാം? നാട്ടിൽ പോവും, സിനിമ കാണും അല്ലേ? ഓക്കെ, മോളെ സെയിം തന്നെ. അത്തപ്പൂ ഇടാറില്ല. ഈ പണ്ടത്തെ കൂട്ട് അതൊരു അമ്മൂമ്മ, അപ്പൂപ്പൻ ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഈ പഴയകാല ഓണവും ഈ പുതിയ കാല ഓണവുമായിട്ട് എന്താണ് പറയാനുള്ളത്? അന്നത്തെ കാലം അങ്ങനെ പഴയതായിട്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പട്ടിണിയിലായിരുന്നു അന്ന്. ഭയങ്കര ഒറ്റപ്പാടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് മക്കളും ചെറുതായിരുന്നു. നമ്മൾ പല ബുദ്ധിമുട്ടിൽ നിന്നും വന്നിട്ടാണ് ഇവിടത്തേക്ക് എത്തുന്നത്. നിങ്ങൾ മകനടക്കം അത്ര വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല എന്നർത്ഥം അല്ലേ? നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, അന്നത്തെ കാലത്തെ ബുദ്ധിമുട്ട്, അന്നത്തെ ഓണം ആ ഒരു ദാരിദ്ര്യത്തിലുള്ള ഓണമായിരുന്നു അല്ലേ? മക്കളെ പോറ്റാൻ കഷ്ടപ്പെടുന്ന അച്ഛനമ്മമാരായിരുന്നു അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ഓണവും പണ്ടത്തെ ഓണവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാനുള്ളത്, ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ പഴയത്തെ കാലഘട്ടവുമായിട്ട് വ്യത്യാസമാണ്. ഈ അമ്മ പറഞ്ഞതുപോലെ ഇന്ന് ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഇന്ന് വയറ് നിറച്ച് ഉണ്ണാൻ ഊണുണ്ട്, ഉടുക്കാൻ ഡ്രസ്സുണ്ട്, ഓരോ ദിവസം പിന്നെ എൻജോയ് ചെയ്യാൻ നമുക്ക് ഓരോ പരിപാടികളുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള
ഇന്നത്തെ ദിവസത്തിൽ, ഇന്നത്തെ നാളിൽ നിന്ന് പഴയ നാളിലേക്ക് പോകുമ്പോൾ ഏറ്റവും സുഖസുന്ദരമായ ജീവൻ ജീവിക്കുന്നത് ഇന്നത്തെ തലമുറ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള അമ്മമാരുടെ കഠിനാധ്വാനത്തിൻ്റെ അതുപോലെ തന്നെ എന്താണ് ചുട്ടുപൊള്ളുന്ന വെയിലിലൂടെ ഉണ്ടാക്കിയെടുത്ത പിന്നെ ജീവിതമാണ് ഇന്നത്തെ മക്കൾ അനുഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മയെയും അച്ഛനെയൊക്കെ നോക്കുക. അപ്പോൾ എല്ലാം സുഖകരമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അമ്മ മുഴുവൻ എല്ലാവർക്കും ഒരു തിരുവോണ ആശംസകൾ കേട്ടോ, നന്നായിട്ട് വരട്ടെ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം ഇത്രയും സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മളെ രക്ഷിതാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അച്ഛനെയും അമ്മയെയും ശ്രദ്ധിക്കുക, നോക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ അച്ഛനെയും അമ്മയും മാറോട് ചേർക്കുക, നെഞ്ചോട് ചേർക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊന്നോണാശംസകൾ നിർത്തുന്നു. എല്ലാവർക്കും ബൈ.